നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂയിലേക്ക് സ്വാഗതം. പ്രായമായവരിലെ തോൾവേദനയും സ്പോർട്സ് ഇഞ്ചുറി ചികിത്സയും ഇതേക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂ സംസാരിക്കുന്നത്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക്സ് ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജോയ്സ് വർഗീസ് MJ ചേരുന്നു. സ്വാഗതം ഡോക്ടർ ക്യൂയിലേക്ക്. ഡോക്ടർ, ഈ മധ്യവയസ്കരിലും പ്രായമായവരിലും ഉണ്ടാകുന്ന തോൾവേദന അതിന്റെ ഒരു കാരണം എന്താണ് ഡോക്ടർ? നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു 50 വയസ്സിന് മുകളിലുള്ള നമ്മുടെ OP-യിൽ വരുന്ന ആളുകളിൽ ഒരു നല്ലൊരു ശതമാനം ആളുകളുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തോൾസന്ധിയുടെ വേദനയാണ്. അപ്പൊ അത് കാരണം അവർക്ക് പല പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന് അവരുടെ ജീവിത രീതിയെ നല്ല രീതിയിൽ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ് ഷോൾഡറിന്റെ പെയിൻ. രാത്രിയിൽ ഉറക്കം കിട്ടാതെ വരിക, പലപ്പോഴും ആ ഒരു ഷോൾഡർ വേദനയുള്ള സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ വേദന വരിക, അല്ലെങ്കിൽ കുറച്ചു നേരം ആ ഒരു വശത്തേക്ക് കിടന്നിട്ട് മറ്റു സൈഡിലേക്ക് മാറുമ്പോഴും വേദന വരിക, ഉറക്കം നഷ്ടപ്പെടുക, ഇതൊക്കെയാണ് കൂടുതലായിട്ട് വരുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ അവരെ നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് കൈ പൊക്കാനും അതുപോലെ തന്നെ മുടി ചീവുക അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുക, അങ്ങനെ പല രീതിയിലും ഈ ഷോൾഡർ വേദന അവരെ ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതില് ഈ പ്രായമല്ല ഒരു ഏകദേശം 50 വയസ്സിന് മുകളിലുള്ള അതിലും പ്രായമുള്ളവരൊക്കെ വരുന്ന ഷോൾഡർ വേദനയുടെ കാരണങ്ങൾ പലതാണ്. പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ കൈ പൊക്കാനായിട്ട് അല്ലെങ്കിൽ കൈ ഉയർത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു പേശിയുണ്ട്, റൊട്ടേറ്റർ കഫ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പൊ ആ പേശിയുടെ ചെറിയ പരിക്കുകൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വേദന കൂടുതലായിട്ടും ഈ ഒരു പ്രായക്കാരിൽ കണ്ടുവരുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്രമേഹ രോഗം അല്ലെങ്കിൽ തൈറോയിഡിന്റെ രോഗമുള്ളവരിലെല്ലാം ഇത്തരത്തിലുള്ള ഈ കൈ ഉയർത്താൻ ഉപയോഗിക്കുന്ന മസിലുകളും കൈ തിരിക്കാൻ ഉപയോഗിക്കുന്ന മസിലുകളും തമ്മിൽ ഒട്ടിപ്പിടിക്കുക, ഒരു അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരാം. ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ സാധാരണ വേദനയേക്കാൾ ഉപരിയായിട്ട് കൈയുടെ ചലനശേഷി നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമാണ് കൂടുതലും കണ്ടുവരുന്നത്. ഉദാഹരണത്തിന് അവർക്ക് കൈ ഒരു 40-50 ഡിഗ്രിക്ക് മുകളിലേക്ക് കൈ പൊക്കാൻ ബുദ്ധിമുട്ട് വരിക, പുറകിലോട്ട് തിരിക്കാനും മുകളിലോട്ട് തിരിക്കാനും ഒക്കെയുള്ള വേദന വരിക, ഇതൊക്കെയാണ് രണ്ടാമത് വരുന്ന ഒരു പ്രശ്നം. പിന്നെ വരുന്ന ഒരു പ്രശ്നം നമ്മുടെ തോൾവേദന തന്നെ പലപ്പോഴും നമ്മുടെ കഴുത്ത് വേദനയായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. പലരും തോളിന്റെ പ്രശ്നം അല്ലാതെ തന്നെ നമ്മുടെ കഴുത്തിന്റെ തേയ്മാനോ അല്ലെങ്കിൽ കഴുത്തിന്റെ എന്തെങ്കിലും ഡിസ്കിന്റെ പ്രോബ്ലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ തോളിലേക്കുള്ള ഞരമ്പുകളെല്ലാം കഴുത്തിനോട് നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കഴുത്ത് വേദന തോളിലേക്ക് റേഡിയേറ്റ് ചെയ്ത് വരികയും അതൊരു തോൾ വേദനയായിട്ട് രോഗികൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ 3 കാരണങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഇതിന്റെ കാരണങ്ങളായിട്ട് വരുന്നത്. അതെ ഡോക്ടർ, ഇതിൽ ഈ കുറച്ച് പ്രായമായവരിലേക്ക് എത്തുമ്പോൾ ഈ അസുഖം വരുമ്പോൾ അവർക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത പോലെ രാത്രി സമയങ്ങളിലൊക്കെ വലിയ വേദന അനുഭവപ്പെടാറുണ്ടല്ലോ. ഡോക്ടർ പറഞ്ഞ പോലെ ഈ കൈ പൊക്കാൻ ഉപയോഗിക്കുന്ന പേശിക്കുള്ള പരിക്കാണ് ഇതിന് പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ആ പരിക്ക് എങ്ങനെയാണ് ഡോക്ടർ ഉണ്ടാകുന്നത്? പല രീതിയിലും ഉണ്ടാകാം. ഒരു 50 വയസ്സിന് മുകളിലുള്ളവരിൽ കൂടുതലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഇഞ്ചുറിയുടെ ഭാഗമായിട്ടല്ല ഇത്തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടാകുന്നത്. അതേസമയം കുറച്ച് പ്രായം കുറഞ്ഞവരിൽ ഒരു പക്ഷേ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയോ ഒരു വീഴ്ച സംഭവിക്കുകയോ ചെയ്യുക, തോളിന് ഒരു ക്ഷതം സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ കൈ പൊക്കുന്ന മസിലിന്റെ പരിക്കുണ്ടാവുന്നത്. അത്തരക്കാരിൽ ഈ പരിക്ക് പറ്റിയ ഉടനെ തന്നെ കൈ ഉയർത്താനുള്ള ബുദ്ധിമുട്ട് വരികയും കൈ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഉയർത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരികയും ചെയ്യുന്നു. അത് വളരെ ടിപ്പിക്കലായിട്ടുള്ളൊരു കൈ പൊക്കുന്ന മസിലിന്റെ പരിക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സാധാരണ കണ്ടുവരുന്നതാണ്. എന്നാൽ ഒരു മധ്യവയസ്കരിലും അല്ലെങ്കിൽ മുകളിലുള്ളവരിലൊക്കെ ഇത്തരത്തിലൊരു വ്യക്തമായിട്ടുള്ള പരിക്കിന്റെ ഭാഗമായിട്ടല്ല ഇത്തരത്തിൽ ഈ കൈ പൊക്കുന്ന പേശിക്ക് കീറൽ വരുന്നത്. ഒരു പരിധിവരെ പ്രായത്തിന്റെ ഭാഗമായിട്ട് ഈ കൈ പൊക്കാൻ ഉപയോഗിക്കുന്ന ഈ പേശിയുടെ ഘടനയിൽ വ്യത്യാസം വരികയും അത് നമ്മുടെ സാധാരണ രീതിയിലുള്ള ഓരോരോ ജോലികളുടെ ഭാഗമായിട്ട് ചെറിയ ചെറിയ പരിക്കുകൾ വന്നത് അവിടെ കൂടിക്കൂടി വരികയും അങ്ങനെയാണ് ഈ റൊട്ടേറ്റർ കഫ് ടയറിലേക്ക് വരാനുള്ള ഒരു കാരണം. മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ തോൾസന്ധിയുടെ തന്നെ തൊട്ട് മുകളിലായിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അക്രോമൈൻ എന്ന് പറയുന്ന ഒരു അസ്ഥിയുണ്ട്. അതിന് അടിയിലിരുന്നാണ് നമ്മുടെ തോൾസന്ധി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത്. അപ്പൊ ഈ റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന പേശി വന്ന് ഘടിപ്പിക്കുന്ന ഭാഗം മുകളിലുള്ള എല്ലില് പതുക്കെ ഒരയുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് പലരും. ഇംപീച്ച്മെന്റ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അപ്പൊ അങ്ങനെ പല പ്രാവശ്യമായിട്ട് അങ്ങനെ ഒരഞ്ഞു വരുമ്പോഴും ഇതുപോലത്തെ ഈ റൊട്ടേറ്റർ കഫിനുള്ള ചെറിയ ടയറുകൾ സംഭവിക്കാറുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. രാജീവ് പാലായിൽ നിന്നും. രാജീവ്, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ശരി രമേശ്, സംസാരിച്ചോളൂ ഡോക്ടറോട്. കോള് കട്ടാണ്. ഷഹീദ വയനാട്ടിൽ നിന്നും ചേരുന്നു. ഷഹീദ, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ഓ, കേൾക്കുന്നു. എന്നാ ചോദിച്ചോളൂ ഡോക്ടറോട്, സംശയം ചോദിച്ചോളൂ. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ 2-3 വർഷമായിട്ട് കഴുത്തിന് ചെറുതായിട്ടൊരു വേദന ഉണ്ടായിരുന്നു. 2 ഭാഗത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് നോക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ ആയുർവേദമൊക്കെ ചെയ്തു, ഒന്നും ശരിയായില്ല. പിന്നെ ഇംഗ്ലീഷ് ചെയ്തു, കുറച്ച് കുറഞ്ഞു, ഒന്നും ശരിയായില്ല. ചെറുതായിട്ട് പോയിട്ട് വീണ്ടും വരുന്നത്, എന്താണ് അതിന്റെ അവസ്ഥ? ഇപ്പൊ ഷഹീദിന് എത്ര വയസ്സുണ്ട്?
എനിക്ക് 28. ഓക്കെ. കൂടുതലായിട്ടും എന്ത് ജോലിയാണ് ചെയ്യുന്നത്? കൂടുതൽ കട്ടിയുള്ള വ്യായാമമുള്ള ജോലിയാണോ അതോ കൂടുതൽ ഇരുന്നുള്ള വർക്കാണോ കൂടുതൽ ചെയ്യുന്നത്? ഇരുന്നിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. ടൈൽസുള്ള വർക്കാണ്. ഓക്കെ ഓക്കെ. കൂടുതലും നമുക്ക് ഈ കഴുത്ത് വേദന കൂടുതലും ഈ ഒരു പ്രായത്തിൽ വരുന്നത് വലിയൊരു ഡിസ്കിന്റെ റോളോ അല്ലെങ്കിൽ തേയ്മാനം ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇത്തരത്തിൽ ഈ ഒരു പ്രായത്തിൽ സാറിന് ഇത് അത്രയും കണ്ടുവരേണ്ട കാര്യമില്ല. കൂടുതൽ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മുടെ ജോലിയിലുള്ള ജീവിത രീതിയിലുള്ള ചില മാറ്റങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടും ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് വേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് തുടർച്ചയായിട്ട് ഇരിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു 20 മിനിറ്റിൽ കൂടുതൽ 15-20 മിനിറ്റ് ഇരുന്നാൽ തന്നെ ഒന്ന് എഴുന്നേറ്റ് അവിടെ തന്നെ നിൽക്കുകയോ അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് നടക്കുകയോ ചെയ്തിട്ട് വീണ്ടും വന്നിരിക്കുക. അതുപോലെ കഴുത്ത് എല്ലാ 20 മിനിറ്റ് കൂടുമ്പോഴും എല്ലാ ഡയറക്ഷനിലേക്കും ഒന്ന് അനക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന വർക്ക് സ്റ്റേഷൻ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മുടെ പോസ്റ്റർ എല്ലാം കറക്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ എൽബോ സപ്പോർട്ടുള്ള ഒരു കസേര ഉപയോഗിക്കുക. അതുപോലെ ബാക്ക് സപ്പോർട്ട് വയ്ക്കുക. ഇങ്ങനത്തെ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുനിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നില്ല അതും ഒരു കുറച്ചു കാലത്തേക്ക് അത് അവോയ്ഡ് ചെയ്യുന്നതും ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. മൂന്നാമതൊരു പ്രശ്നം ഇത്തരത്തിൽ വേദന വരാനുള്ള കാരണം എന്ന് വെച്ചാൽ 2 വീലറിന്റെ ഉപയോഗമാണ്. തുടർച്ചയായിട്ട് വളരെ ദൂരം 2 വീലറിൽ യാത്ര ചെയ്യുന്നതും കഴുത്തിനും ഇത്തരത്തിലുള്ള വേദന ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുകയും അതോടൊപ്പം തന്നെ കുറച്ച് വ്യായാമ മുറകളുണ്ട്. കഴുത്തിന്റെ മസിലുകൾക്ക് ബലം വരുത്താനുള്ള വ്യായാമ മുറകൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് മനസ്സിലാക്കുകയും അത് ചെയ്ത് തുടങ്ങുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിന്റെ നല്ലൊരു വ്യത്യാസം വരാൻ എനിക്ക് തോന്നുന്നത് വേണ്ടി വരുന്നത്. ശരി. ഡോക്ടർ മനു ഇടുക്കിയിൽ നിന്ന് വിളിക്കുന്നു. മനു, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, എന്റെ പേര് മനു, ഇടുക്കിന്നാണ് വിളിക്കുന്നത്. എനിക്ക് 2 വർഷത്തോളമായിട്ട് എന്റെ വലതയിൽ ശ്വാസത്തിന് പ്രയാസമുണ്ട്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞേക്കുന്നത് ഷോൾഡറിന്റെ ആൻഡ് മസിൽസിന് ചെറിയൊരു പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാനിപ്പോ ഇതുവരെ കട്ടിപ്പെട്ട പങ്കുകൾ അങ്ങനെ ചെയ്യാറില്ല, വണ്ടി ഓടിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്കിതുവരെ വേദന അതിൽ നിന്ന് മാറിയിട്ടില്ല. നീര് പറ്റുന്നതിനും വേദനയ്ക്കുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള എടുത്തിരുന്ന മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കൈ ഇങ്ങനെ ഈ തലക്കടിയിൽ വെച്ച് കിടക്കാനോ പിടിക്കാനോ എനിക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും എടുത്തുനിന്ന് എടുത്തെറിയാനോ ഒറ്റ കൈ ഇങ്ങനെ പൊക്കി എടുക്കാനോ ഭയങ്കര പ്രയാസമാണ് എനിക്ക്. എത്ര വയസ്സുണ്ട് ഇപ്പോ? 32 ഉള്ളൂ. എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചിരുന്നോ? പെട്ടെന്ന് വേദന തുടങ്ങാനായിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നോ? അല്ല, ഇടുക്കി ജില്ലയൊക്കെ ആയതുകൊണ്ട് ഈ കൃഷി മേഖല രീതിയിലൊക്കെ ഉള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ഉണ്ട്. ശരി. MRI സ്കാൻ വല്ലതും ചെയ്തിരുന്നോ അവിടുന്ന്? ഈ മസിലിന്റെ പേശിക്ക് പരിക്കുണ്ടെന്ന് പറയാനായിട്ട് അത് എന്തെങ്കിലും സ്കാൻ ചെയ്തതിനു ശേഷം? സ്കാൻ ചെയ്ത് അവിടെ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. എന്റെ ഹെഡ് ഉള്ളത് കൊണ്ട് അദ്ദേഹം ഉള്ള ദിവസം വരാൻ പറഞ്ഞായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. ശരി ശരി. കേട്ടിടത്തോളം ഈ മുകളിലേക്ക് എറിയാനൊക്കെയുള്ള മൂവ്മെന്റിലല്ലേ കൂടുതൽ പെയിൻ വരുന്നത്? അതിനാണ് ഭയങ്കര പെയിന്. ഇവിടെ പറഞ്ഞു പോകുന്നല്ലേ വല പെയിന് ഭയങ്കര പ്രയാസമാണ്. സാധാരണ ഈ ഒരു പ്രായത്തിൽ ഇത്തരത്തിലുള്ള വേദന വരുന്ന കൂടുതലും ഈ പറഞ്ഞ ഒരു സ്ലാബ് ടയർ എന്ന് പറയുന്നത് നമ്മുടെ ബൈസെപ്സ് മസിലിന്റെ ഒരു ലിഗമെന്റ് ടെൻഡൻ നമ്മുടെ ജോയിന്റിന്റെ അകത്തേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തെങ്കിലും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പരിക്കിന്റെ ഭാഗമായിട്ടോ ഒക്കെ ആ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പേശി അവിടെ നിന്ന് ചെറുതായിട്ട് വിട്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഈ സ്ലാബ് ടയർ എന്ന് പറയുന്നത്. അത് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ ശക്തിയുള്ള വേദന വരുന്നത്. ഈ ഒരു പ്രായത്തിൽ കൂടുതലും എറിയാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ വരാനുള്ള സാധ്യത. അപ്പോൾ അതിന് ഒരു പരിധിവരെ എക്സസൈസുകളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. മനുവിന് എത്ര നാളായിട്ടുണ്ട് വേദന? ഇപ്പൊ 3 മാസത്തിൽ കൂടുതലായിട്ടുണ്ടോ? കൂടുതൽ കാലമായിട്ടുള്ള വേദനയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ MRI സ്കാനിനകത്ത് ഈ സ്ലാബ് ടയർ ആണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചികിത്സ, പ്രത്യേകിച്ച് ഒരു കീ ഹോൾ ശസ്ത്രക്രിയ വഴി ആ സ്ലാബ് ടയർ റിപ്പയർ ചെയ്ത് അതിന് തീർച്ചയായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വേദന മാറി കിട്ടിക്കോളും. ഈ സ്ലാബ് ടയർ ഉണ്ടെങ്കിൽ അതൊരു മരുന്നുകളിലൂടെ മാത്രം കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ആദ്യം സ്ലാബ് ടയർ ആണെന്ന് ഒരു MRI സ്കാൻ മുഖേന ഉറപ്പുവരുത്തുകയും അതിനുശേഷം അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ മനുവിന് നല്ല വ്യത്യാസം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നു. ശരി ഡോക്ടർ, അടുത്ത കോൾ പാലക്കാട് നിന്നുമാണ് ബാബു. ബാബു, സംശയം ചോദിച്ചോളൂ, ഡോക്ടറുണ്ട്. ബാബു കേൾക്കാമോ? ഹലോ ബാബു, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. ചോദിച്ചോളൂ. എനിക്ക് തോള് വേദനയാണ്. മിനിഞ്ഞാന്ന് രാത്രിയൊന്നും തീരെ ഉറങ്ങിയിട്ടില്ല. എത്ര നാളായിട്ടുണ്ട് വേദന? ഇതിപ്പോ ഒരു വർഷത്തിന്റെ മുകളിലായി. എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള? കൈ പൊക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടോ? കൈ റൈറ്റ് സൈഡ് കൈ പൊക്കാൻ പറ്റില്ല. ഒന്നും കല്ലെടുത്ത് എറിയാനൊന്നും പറ്റില്ല. എനിക്ക് വർക്ക് ഇലക്ട്രീഷ്യൻ പ്ലംബറാണ്, ഹാർഡ് വർക്കാണ്. എത്ര വയസ്സുണ്ട് ബാബുവിന് ഇപ്പൊ? എനിക്ക് 51 വയസ്സാവണം. 50 വയസ്സ് കഴിയും.
രാത്രിയിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഉറങ്ങാനൊന്നും ബുദ്ധിമുട്ടാണ്? രാത്രിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കല്യാണമൊക്കെ വെച്ചിട്ടാണ് കിടക്കുക. അപ്പൊ കിടക്കണേല് വലുതും ഇത് വരുന്നൊന്നും അറിയില്ല. കൈ പുറകിലോട്ട് തിരിക്കാനും പുറകിലൊക്കെ കയ്യില് പുറകോട്ട് തിരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ വേറെ പ്രമേഹമോ ഒന്നും ഒരു അസുഖമില്ല, എല്ലാം കംപ്ലീറ്റ് നോർമലാണ്. BP, ഷുഗർ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു വർഷമായിട്ടുള്ള ഇത്തരത്തിലുള്ള വേദന വരാനുള്ള പ്രധാന കാരണം ഒരു കൈ പൊക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ ഉയർത്താൻ നമ്മളെ സഹായിക്കുന്ന പേശിയുടെ പരിക്കൊണ്ടായിരിക്കണം ഇത്രയും നാളായിട്ട് വേദന മാറാതിരിക്കുന്നത്. ആ പേശിക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം. ഒന്ന്, പേശിക്ക് നീർക്കെട്ട് മാത്രമായിട്ട് വരാം. അത് അങ്ങനെയുള്ളവരിൽ പലപ്പോഴും ഒരു 3-4 മാസം കൊണ്ട് തന്നെ ഒരു ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ എക്സസൈസുകളൊക്കെ അത് മാറിക്കിട്ടാറുണ്ട് വേദന. പക്ഷെ ഒരു വർഷമായിട്ടും മാറാതിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേശിക്ക് എന്തെങ്കിലും പരിക്ക് കാണാൻ സാധ്യതയുണ്ട്. ഒരു പരിധിവരെ ചിലപ്പോൾ ഒരു പാർഷ്യൽ ടയർ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ പേശി അവിടെ നിന്ന് കീറി വന്നിട്ടുണ്ടാവാം. ഇത് രണ്ടുമാണ് കോമൺ ആയിട്ട് ഈ ഒരു പ്രായത്തിൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ രീതിയിലുള്ള വേദനകൾ വരാനുള്ള കാരണമായിട്ട് കണ്ടുവരാറുള്ളത്. എന്തായാലും നമുക്ക് ഒന്നാമതായിട്ട് ഒരു എക്സ്റേ പരിശോധനയും അതിനുശേഷം എക്സ്റേ മിക്കവാറും തന്നെ നോർമൽ ആയിരിക്കും. വേറെ ജോയിന്റ് തേയ്മാനോ അല്ലെങ്കിൽ പരിക്കുകളോ ഒന്നും കാണാൻ സാധ്യത കുറവാണ്, പ്രത്യേകിച്ച് പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിക്കവാറും ഈ റൊട്ടേറ്റർ കഫ് പേശിക്ക് പരിക്കുണ്ടോ എന്നറിയാനുള്ള ഒരു MRI സ്കാൻ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ആ പേശിക്ക് പരിക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ ചികിത്സ ചെയ്താൽ മാത്രമേ രാത്രിയിലെ വേദന മാറാനും കൈ ഉയർത്താനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി കിട്ടുള്ളൂ. ഒരു മരുന്നുകൾ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി മാത്രം ഇനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. കാരണം ഓൾറെഡി ഒരു വർഷം ആയതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ഒരു സ്റ്റേജിലേക്ക് MRI സ്കാൻ ചെയ്ത് അതിന്റെ ഫർദർ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ശരി, കണ്ണൂരിൽ നിന്നും വസന്ത ചേരുന്നു. വസന്ത, ബുദ്ധിമുട്ട് എന്താണെന്ന് ഡോക്ടറോട് പറഞ്ഞോളൂ. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഞാൻ വീണിട്ട് കൈ പറ്റി, ഇടയ്ക്ക് കൈ നോക്കുമ്പോ ഇപ്പം നോക്കുമ്പോ കൈ എനിക്ക് പൊക്കാനിട്ടില്ല, മുട്ടിലടിച്ച ഇപ്പം വേദന. ഇങ്ങനെ മടക്കുമ്പോൾ നിർത്താനും കഴിയുന്നില്ല. മുട്ടിന് വേദനയുണ്ട്. കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട് എത്ര നാളായിട്ടുണ്ട് ഇപ്പൊ? അതിപ്പോ ഒരു 4-5 മാസമായി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ കൈ ഉയർത്താൻ നമ്മൾ സഹായിക്കുന്ന പേശിയുടെ പരിക്ക് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം എന്നാണ് തോന്നുന്നത്. വേറെ പ്രമേഹ രോഗം അല്ലെങ്കിൽ തൈറോയിഡിന്റെ ഞാനൊരു മരുന്ന് കഴിക്കുന്ന പേഷ്യന്റ് ഒന്നല്ല, ഒരു മരുന്നും കഴിക്കില്ല. അനക്ക് അങ്ങനത്തെ അസുഖമൊന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പ്രഷർ, ഷുഗർ അങ്ങനത്തെ ഒന്നുമില്ല. എന്തെങ്കിലും എക്സ്റേ വല്ലതും എടുത്ത് നോക്കിയിരുന്നോ എപ്പോഴെങ്കിലും? എക്സ്റേ ഞാനായിട്ട് എടുത്തു നോക്കി. എടുത്തേരം അവര് പറഞ്ഞ് കൈ അന്നേരം ഞാൻ ആദ്യം പോയിട്ട് എന്റെ വലത്തെ കാലിന്റെ എല്ല് പൊട്ടിയിട്ട് പരിഹാരം മെഡിക്കൽ കോളേജിൽ കമ്പി എത്തുന്നതിന്. അപ്പോ ഞാൻ ഒരു വക നടക്കാനാകുന്ന സമയത്ത് ഒരു വടികുത്തി നടക്കുമ്പോ അത് ഇങ്ങനെ ചെതറിപ്പോയി. അപ്പൊ ഞാൻ വീഴുമ്പോ കൈ പൊട്ടിയിട്ട് പൊട്ടീന്. എന്നിട്ട് രണ്ടാമത് പരിഹാരം കൊണ്ടുവരാൻ പറഞ്ഞ് ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, അടുത്ത ഓപ്പറേഷൻ ചെയ്താണ്, മയക്ക് തന്നെയാണ്. ഇപ്പം വലിച്ച് നമുക്ക് പ്ലാസ്റ്റർ ഇടാം. അങ്ങനെ വലിച്ച് പ്ലാസ്റ്റർ ഇടുക ഇതിന്. ഇപ്പൊ നോക്കുമ്പോ എനിക്ക് ആ കൈ എന്തെങ്കിലും എടുക്കുമ്പോ ആ പൊട്ടിയെടുക്കാൻ വീക്കം വരുന്നു, മുട്ടിന്റെ അടുത്ത വേദനയും വരുന്നു. കണ്ടിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ കൈ പൊക്കാൻ ഉപയോഗിക്കുന്ന നമ്മളെ സഹായിക്കുന്ന പേശിയുടെ പരിക്ക് തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇത്രയും നാളുകളായിട്ടും പരിക്ക് പറ്റിയിട്ട് വേദന മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു MRI സ്കാൻ. ഇപ്പൊ എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള റൊട്ടേറ്റർ കഫ് ടയറിന്റെ ഒരു ലക്ഷണം തന്നെയാണ്. കൂടുതലും എല്ലാവരിലും കണ്ടുവരുന്ന പ്രശ്നമാണ് നൈറ്റ് പെയിൻ. രാത്രിയിൽ ഈ റൊട്ടേറ്റർ കഫ് ടയർ ഉള്ളവർക്ക് ഉറക്കം നഷ്ടപ്പെടുക, തിരിഞ്ഞു കിടക്കാനൊക്കെ ബുദ്ധിമുട്ട് വരിക. അതുകൊണ്ട് തീർച്ചയായിട്ടും അതുപോലെ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആയിട്ടുള്ള MRI സ്കാനിലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള പരിക്കുകൾ കണ്ടെത്താൻ സാധിക്കുക. എക്സ്റേയിലൂടെ കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ ഒരു MRI സ്കാൻ ചെയ്തതിനു ശേഷം അതിന്റെ പരിക്കിന്റെ വ്യാപ്തി കണ്ടെത്തിയതിനു ശേഷം അതിന്റെ തക്കതായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്താൽ ഈ പ്രശ്നം മാറി കിട്ടും. ശരി ഡോക്ടർ, നമുക്ക് ഇടവേളയ്ക്ക് സമയമായിട്ടുണ്ട്. പ്രേക്ഷകർക്ക് തുടർന്നും വിളിക്കാം. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ക്യൂ തുടരും. ഡോക്ടർ ക്യൂ തുടരുമ്പോൾ നമുക്കൊപ്പം ഡോക്ടർ ജോയ്സ് വർഗീസ് ഉണ്ട്. ഡോക്ടർ, നമുക്ക് ഒരു കോൾ ഉണ്ട്. അബ്ദുറഹ്മാൻ തൃശ്ശൂരിൽ നിന്നും. അബ്ദുറഹ്മാൻ ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. സാറേ, ആക്സിഡന്റ് പറ്റിയിട്ട് കുറച്ച് ആയി. പിന്നെ കൈവേദന ഒക്കെ ഉണ്ടായിരുന്നു, മാറിയതാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വേദന, കൈ പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എത്ര നാളായി ആക്സിഡന്റ് പറ്റിയിട്ട്? ആക്സിഡന്റ് പറ്റിയിട്ട് 8 വർഷമായി. ശേഷം കൈവേദന മാറിയതായിരുന്നു, ഇപ്പൊ കുറച്ചു നാളായിട്ട് വീണ്ടും വേദന തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും കൈ പൊക്കാൻ പറ്റില്ല. വേദന തുടങ്ങിയിട്ട് എത്ര നാളായി കാണും? രണ്ടാമത് വേദന തുടങ്ങിയിട്ട് എത്ര നാളായി കാണും? രണ്ടാമത് തുടങ്ങിയിട്ട് കറക്റ്റ് ഒരു ആഴ്ച. ഇപ്പൊ എന്താണ് ബുദ്ധിമുട്ട്? കൈ ഉയർത്താനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? കൈ ഉയർത്താൻ സാധിക്കുന്നുണ്ടോ? കൈ ഉയർത്താൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം പൊക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ തൽക്കാലം
പഴയ പരിക്കുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണമെന്നില്ല. കാരണം 10 വർഷം മുമ്പ് പറ്റിയ ഒരു ആക്സിഡന്റ് അതിനുശേഷം വേദന മാറിയതാണ്. ഇപ്പൊ ഒരാഴ്ചയായിട്ടുള്ള വേദനയാണ്. ഒരു എന്തെങ്കിലും മസിലിന്റെ നീർക്കെട്ടോ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടോ ഒക്കെ വരുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും വേദന വന്നിരിക്കുന്നത്. ഒരാഴ്ച നമ്മുടെ ഈ കൈപ്പത്തികളോ ബാക്കിലത്തെ ഫ്ലാറ്റ് അതാകെ തകർന്ന ഇതിലായിരുന്നു. പരിക്കില് നല്ല പരിക്ക് പറ്റിയിരുന്നു. ഓക്കെ. എന്തായാലും ഇപ്പൊ ഈ വേദന കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് തൽക്കാലം കുറച്ച് വേദന കുറയാനുള്ള മൊഡാലിറ്റീസ്, പ്രത്യേകിച്ച് ചൂട് പിടിച്ച് ഓയിൻമെന്റ് വരട്ടുക, കുറച്ച് റെസ്റ്റ് കൊടുക്കുക, അധികം കട്ടിയുള്ള ജോലികൾ കുറച്ച് യൂസ് ചെയ്യുന്ന ഒഴിവാക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള മരുന്നുകളും കഴിക്കുന്നത് നല്ലതായിരിക്കും. അത്ര ഒരു ഈ ഒരു ചുരുങ്ങിയ നാളുകൊണ്ടുള്ള ഇപ്പോഴത്തെ വേദനയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ പരിശ്രമങ്ങളുടെ ആവശ്യമില്ല. മരുന്നുകളും കുറച്ച് വേദന റെസ്റ്റും അതുപോലെ തന്നെ ചൂട് പിടിച്ച് ഓയിൻമെന്റ് വരട്ടൊക്കെ ചെയ്താൽ മതിയായിരിക്കും. വേദന ഒരു 2-3 ആഴ്ച കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആശുപത്രിയിൽ പോയിട്ട് എക്സ്റേയിലെടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ തോൾ വേദനയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലായും. ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഇടയ്ക്ക് സർജറിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്താണ് ഈ PRP ഇഞ്ചക്ഷൻ? നമ്മൾ തോളിന്റെ കൈ പൊക്കാൻ ഉപയോഗിക്കുന്ന പേശിക്ക് പരിക്ക് പറ്റിയാൽ പല രീതിയിൽ ചികിത്സ ചെയ്യും. അതിന്റെ വ്യാപ്തി അനുസരിച്ചാണ് അതിന്റെ ചികിത്സ വരുന്നത്. അപ്പൊ ആ പേശിയുടെ പരിക്ക് ഒരു പാർഷ്യട്ടേറാണ്, ഒരു ചെറിയൊരു കീറൽ മാത്രമേ പറ്റിയിട്ടുള്ളൂ. പക്ഷെ എന്നാൽ രോഗിക്ക് വേദന മാസങ്ങളായിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു PRP ഇഞ്ചക്ഷൻ അതിന് നമ്മളെ സഹായിക്കാറുണ്ട്. അത് വളരെ സേഫ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്യാതെ തന്നെ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് അത്. അതിന് വേറെ പാർശ്വഫലങ്ങളും കുറവാണ്. കാരണം നമ്മുടെ തന്നെ രക്തം ഒരു സിറിഞ്ച് വഴി വലിച്ചെടുത്തതിന് ശേഷം അതൊരു മെഷീനിലിട്ട് സെൻട്രിഫ്യൂഗ് ചെയ്ത് അതിനകത്ത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ആ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ വേർതിരിച്ചെടുക്കുകയും അത് ഈ പരിക്കുള്ള ഭാഗത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്നത് ഇതുപോലെയുള്ള ടിഷ്യൂ ഹീലിംഗിന്, നമ്മുടെ പരിക്ക് പറ്റിയ പേശികളുടെ ഹീലിംഗിന് സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിക്കുകൾ ഭേദമാകാനായിട്ട് PRP ഇഞ്ചക്ഷൻ നമ്മളെ സഹായിക്കും. അതാണ് PRP ഇഞ്ചക്ഷന്റെ അഡ്വാൻറ്റേജ്. ഇനിയല്ല ഈ പരിക്ക് കൂടുതൽ ഗൗരവമുള്ളതാണെങ്കിൽ, ഉദാഹരണത്തിന് പൂർണ്ണമായിട്ടും കീറിയിരിക്കുകയൊക്കെ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു നിയർ ടോട്ടൽ ടയർ, വിടാറായിട്ടിരിക്കുന്ന ഒരു ടയർ ഒക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള PRP ഇഞ്ചക്ഷന് അത് പ്രസക്തി അവിടെ കുറവാണ്. അതുപോലെ തന്നെ കൈക്ക് തീരെ ചലനശേഷിയില്ല, ഒട്ടും മനക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ പലപ്പോഴും PRP ഇഞ്ചക്ഷൻ കൊണ്ട് മാറ്റിയെടുക്കാൻ പാടായിരിക്കും. അത്തരക്കാർക്ക് നമുക്ക് ഒരു കീഹോൾ, ലളിതമായ ഒരു കീഹോൾ ശസ്ത്രക്രിയയാണ് ഈ റൊട്ടേറ്ററി കഫ് സർജറിക്ക് വേണ്ടി വരുന്നത്. അതും വളരെ 1-2 ദിവസത്തെ തന്നെ ആശുപത്രി വാസം തന്നെ മതിയാവും. ഇതിന് ഒരു കീഹോൾ ശസ്ത്രക്രിയ വഴി നമ്മുടെ ഈ പൊട്ടിയ മസിലിനെ തിരിച്ച് യഥാസ്ഥാനത്ത് തുന്നിച്ചേർക്കുന്ന ഒരു ശസ്ത്രക്രിയയാണത്. അതുവഴി അതവിടെ തുന്നി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. കാരണം കുറച്ച് ദിവസം അതവിടെ പിടിക്കാനുള്ള സമയമുള്ളൊരു ഒരു ഇമ്മൊബിലൈസർ വെച്ചിട്ട് റെസ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും പഴയ രീതിയിൽ എക്സസൈസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വീണ്ടും പഴയ രീതിയിൽ എല്ലാ ജോലിയിലേക്ക് തിരിച്ചു വരാനും, അതുപോലെ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ആ രാത്രികൾ വേദനയൊക്കെ മാറിക്കിട്ടാനായിട്ട് ഇത്തരത്തിലുള്ള ഈ സർജറി കൊണ്ട് നമുക്ക് പറ്റാറുണ്ട്. അതെ ഡോക്ടർ, ഒരുപാട് പേര് പറയുന്ന മറ്റൊരു വിഷയമാണ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ. അത് ഒരു തവണ വന്നാൽ വീണ്ടും വീണ്ടും വരുന്നുണ്ട്, അങ്ങനെ ഒരു പരാതിയും കൂടി ഉണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതിന്റെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഡോക്ടർ? ഷോൾഡർ ഡിസ്ലൊക്കേഷൻ കൂടുതലും നമ്മൾ പ്രശ്നമായിട്ട് കാണുന്നത് കൂടുതലും സ്പോർട്സിലൊക്കെ ഏർപ്പെടുന്ന യുവാക്കളിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതലും നമ്മളൊരു കോൺടാക്ട് സ്പോർട്സ്, വോളിബോൾ അല്ലെങ്കിൽ ബാഡ്മിന്റൺ, ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന ഒരു ബോളേഴ്സിലൊക്കെ കൂടുതലും ചില ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുമ്പോൾ പുഴ തെറ്റിപ്പോകുന്നു. ഷോൾഡറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെ മൊബിലിറ്റി ഉള്ള ജോയിന്റ് ആണ്. നമുക്ക് എല്ലാ രീതിയിലും അനക്കാൻ പറ്റുന്ന ഒരു സന്ധി ആയതുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റെബിലിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മുടെ സ്റ്റെബിലിറ്റി ഷോൾഡറിന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോൾഡർ ജോയിന്റിന്റെ അകത്തൊരു വാഷർ പോലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, ലേബ്രം എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ കുഴ തെറ്റുന്ന സമയത്ത് മിക്കവാറും പ്രായം കുറഞ്ഞുള്ള ആളുകളിൽ ഈ ലേബ്രത്തിന് കീറൽ സംഭവിക്കുന്നു. അപ്പൊ ഈ ലേബ്രത്തിന് സംഭവിക്കുന്ന കീറലുകൾ തന്നെ ഹീൽ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. പ്രത്യേകിച്ച് പ്രായം ഒരു 20 വയസ്സിന് താഴെയുള്ളവരിലാണെങ്കിൽ 80% പേരിൽ വീണ്ടും കുഴ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ പ്രായം കൂടി വരുന്തോറും ഒരു വട്ടം തെറ്റിയാൽ പിന്നെ തെറ്റാനുള്ള സാധ്യത കുറഞ്ഞുണ്ട്. ഏകദേശം ഒരു 80 വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ വളരെ ചാൻസ് കുറവായിരിക്കും കുഴ തെറ്റാനായിട്ട്. പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രായം കുറവുള്ളവരിലാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും തെറ്റാൻ സാധ്യത വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പരിശോധനകൾ നമ്മൾ ഈ ലേബ്രത്തിന് ടയർ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നടത്തേണ്ടതുണ്ട്. ആദ്യത്തെ തവണ ഡിസ്ലൊക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എല്ലാവർക്കും ഒരു MRI സ്കാനോ ചെയ്യേണ്ട അത്യാവശ്യമില്ല. പക്ഷെ എങ്കിലും ഒരു വട്ടം കൂടി തന്നെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ലേബ്രത്തിന് കീറൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ലേബ്രൽ ടയറുകളെ റിപ്പയർ ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലളിതമായ ഒരു കീഹോൾ ശസ്ത്രക്രിയ തന്നെയാണ് ഇതിന് വേണ്ടത്. റൊട്ടേറ്ററി കഫ് ടയറിനേക്കാളും വളരെ ശസ്ത്രക്രിയയാണ് ഇതിന് കാരണം വേണ്ടി വരിക. ശരി ഡോക്ടർ, നമുക്ക് ഒരു കോളും കൂടി ഉണ്ട്. സഫൂറ മലപ്പുറത്ത് നിന്നും. സഫൂറ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ.
എനിക്ക് 24 വയസ്സാണ്. എനിക്ക് രാത്രി കിടക്കുമ്പോ കാലിന്റെ ഭാഗം ഒരു കുഴച്ചിലും വേദനയും രാത്രി കിടക്കുമ്പോ മാത്രമേ ഉള്ളൂ. അല്ലാത്ത നോർമൽ സമയമില്ല. കുറച്ച് കൂടുതൽ നടക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താല് കാലിന്റെ താഴ്ഭാഗം ചിലപ്പോ കാലിന്റെ ഉള്ളിൽ കൂടെ സൂചി കുത്തുന്ന പോലെ ഒരു വേദന. പിന്നെ കാലില് കുറച്ച് വെയിറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ഉറങ്ങും. അത് അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. രണ്ട് കാലിലും വരാറുണ്ട്. കൂടുതൽ ഇത്തരത്തിലുള്ള വേദന ഒന്ന് കാലിന്റെ പേശികളുടെ നീർക്കെട്ടൊക്കെ വരുന്നോട് വരാം. പിന്നെ കൂടുതലായിട്ടും വരുന്ന എന്തെങ്കിലും നടുവിന്റെ അവിടെ ഡിസ്കിന്റെ പ്രോബ്ലമൊക്കെ വന്നിട്ട് കാലിലേക്കുള്ള ഞരമ്പുള്ള പ്രശ്നമാണ് ഏറ്റവും സാധാരണയായിട്ട് ഈ ഒരു പ്രായത്തിൽ കൂടുതലും കാലിലേക്കുള്ള ഇത്തരത്തിലുള്ള രാത്രികളുടെ വേദനയൊക്കെ കൂടുതൽ കണ്ടുവരുന്നത്. അപ്പൊ ഇത് മൈൽഡായിട്ട് ചെറിയ രീതിയിലൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലിയിലുള്ള നേരത്തെ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് ഇരിക്കുന്നത് കുനിഞ്ഞു നിന്നുള്ള ജോലികളൊക്കെ ഒന്ന് കുറയ്ക്കുകയും അതുപോലെ തന്നെ നട്ടലിന്റെ പേശികൾക്ക് ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ ഇത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ശരി, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും. ഡോക്ടർ ക്യൂവിൻ്റെ ഈ വിഷയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം ലേഡീസ് ബാൻഡിൽ MG രേണുക ചേരും. നമസ്കാരം.